എല്ലാവർക്കും നമസ്കാരം. അലിൻസ് ആണ്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വാഹന ഇൻഷുറൻസിനെ പറ്റിയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചു തുടങ്ങിയത് വാഹന ഇൻഷുറൻസിനെ പറ്റിയാണ്. അതിൽ നമ്മൾ തേർഡ് പാർട്ടി പോളിസിനെ പറ്റിയും അതുപോലെ തന്നെ ഓൺ ഡാമേജ് പോളിസിനെ പറ്റിയും നമ്മൾ സംസാരിച്ചു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് CPA കവറിനെ പറ്റിയാണ്, അതായത് കമ്പൽസറി പേഴ്സണൽ ആക്സിഡന്റ്. ആ പേരിൽ നിന്ന് തന്നെ വ്യക്തമാണ്, കമ്പൽസറി ആയിട്ട് എടുക്കേണ്ട ഒരു പോളിസിയാണ് ഈ CPA എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ തേർഡ് പാർട്ടി എടുക്കുമ്പോൾ അതിൽ ഇൻബിൽട്ട് ആയിട്ട് ഉണ്ടാകുന്ന ഒരു പോളിസിയാണ് ഇത് CPA എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഓൺ ഡാമേജ് ആണ് പുതുക്കുന്നുണ്ടെങ്കിൽ നമ്മളത് സെപ്പറേറ്റ് CPA പറഞ്ഞ് എടുക്കേണ്ട ഒരു പോളിസിയാണ്. അപ്പോൾ ഈ CPAക്ക് നമുക്കൊരു 325 രൂപയാണ് ചാർജ് വരുന്നത്. അതിന് പ്രായമോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ വണ്ടിയുടെ CC ഒന്നും ബാധകമല്ല. 325 ആണ് അതിൻ്റെ ഒരു ചാർജ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കവറേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ RC ഓണർ ആ വണ്ടിയും കൊണ്ട് പോയിട്ട് എന്തെങ്കിലും ഡെത്ത് സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് 15 ലക്ഷം രൂപയുടെ ഒരു കവറേജ് RC ഓണറിന്റെ നോമിനിക്ക്. ഇപ്പോൾ സുപ്രീം കോടതിയുടെ വിധി പ്രകാരം നമ്മൾ നിർബന്ധമായിട്ട് എടുത്തിരിക്കേണ്ട ഒരു പോളിസിയാണ് ഈ CPA എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഓൺലൈനിലൊക്കെ പോളിസി എടുക്കുമ്പോൾ നമുക്ക് ഒരു 150cc താഴെയുള്ള ഒരു വണ്ടിക്കൊക്കെ 850 രൂപ റേഞ്ചിലൊക്കെ നമുക്ക് തേർഡ് പാർട്ടി ഇൻഷുറൻസ് കിട്ടും. അതിൽ ശരിക്കും പറഞ്ഞാൽ ഈ CPA ഇൻക്ലൂഡഡ് അല്ലാണ്ടാണ് അവർ തരുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 325 രൂപയുടെ ലാഭം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് വരുന്നത് 15 ലക്ഷം രൂപയുടെ ഒരു കവറേജ് ആണ് നമുക്ക് അവിടെ നഷ്ടമാവുന്നത്. അപ്പൊ നമ്മൾ അത് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഓൺലൈനിലൊക്കെ നമ്മൾ പോളിസി എടുക്കുമ്പോൾ നമുക്ക് വേണ്ട കവറേജുകളെല്ലാം അതിലുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. പലപ്പോഴും അതൊന്നും ഇല്ലാണ്ട് വളരെ റേറ്റ് കുറച്ച് തരാൻ വേണ്ടിയിട്ട്, കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺലൈനിൽ എടുക്കുന്ന പോളിസികളിലൊന്നും ഈ പറഞ്ഞ പോലെ നമുക്ക് ആവശ്യമുള്ള ഒരു കവറേജുകളും ഇടാണ്ട് കട്ട് ചെയ്തിട്ടാണ് നമുക്ക് പോളിസികൾ തരുന്നത്. അപ്പോൾ നമ്മൾ ഇനി എടുക്കുമ്പോൾ, ഇനി ഒരു തേർഡ് പാർട്ടി ഇൻഷുറൻസ് നമ്മൾ പുതുക്കുമ്പോൾ നമുക്ക് ഈ CPA കവറേജ് അതിലുണ്ടെന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ നമ്മളൊരു ഓൺ ഡാമേജ് പുതുക്കുമ്പോൾ സെപ്പറേറ്റ് നമ്മളൊരു CPA കവർ എടുത്തു വെക്കണമെന്നും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ഇന്ന് പറഞ്ഞ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വട്ടം ഇൻഷുറൻസ് പുതുക്കുമ്പോൾ CPA കവർ ഉണ്ടെന്നുള്ളത് എല്ലാവരും ഉറപ്പുവരുത്തുക. ഇൻഫർമേഷൻസ് എല്ലാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ പുതിയ പുതിയ ഇൻഫർമേഷൻസ് നമ്മുടെ പേജിൽ വന്നുകൊണ്ടിരിക്കും.